ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ചിക്കൻ മഞ്ചൂരിയൻ ആണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പം നമ്മുടെ ചിക്കൻ മഞ്ചൂരിയന് വേണ്ടിയിട്ട് ഞാനിവിടെ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ബ്രസ്റ്റ് പീസും അതുപോലെ തന്നെ ചെറിയ കുറച്ച് എല്ലായിട്ടുള്ള പീസും ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് ഞാൻ ഉപ്പിട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഇതിലോട്ട് ഞാനൊരു ലാർജ് സൈസിലുള്ള ഒരു മുട്ടയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾ ചെറുതാണെങ്കിൽ 2 മുട്ട എടുക്കുക. ഇനി അതിന് ശേഷം അതിലോട്ട് കുറച്ച് കോൺഫ്ലവർ പൗഡറും ഇട്ടിട്ട് ഞാനതിനൊന്ന് നല്ലോണം മിക്സ് ചെയ്യാണ്. ചിക്കനിനെ നല്ലോണം ഒന്ന് മാരിനേറ്റ് ചെയ്യാം നമുക്ക്. മാരിനേറ്റ് ചെയ്തതിന് ശേഷം ഞാനതൊരു 10 മിനിറ്റ് വെക്കുന്നതാണ്. അപ്പോഴാ ഒരു കോട്ടിംഗ് എല്ലാം പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാനിവിടെ ഒരു വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട്. ആ പാത്രത്തിലോട്ട് ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ കടായി പോലത്തെ ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് ഞാൻ ആവശ്യത്തിന് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നതാണ്. ഞാനിവിടെ ചിക്കൻ ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യുന്നത്. വളരെ ഓയിലിൽ ഞാനതിനെ ഫ്രൈ ചെയ്യുന്നില്ല, കാരണം എനിക്ക് അത്രയും ഓയിൽ വേണ്ട എന്നുള്ളത് കൊണ്ട്. നിങ്ങൾക്ക് വേണം അത് അങ്ങനെയാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേ ഓയിലിൽ ഫ്രൈ ചെയ്യാവുന്നതാണ്. അപ്പം ഞാനിവിടെ ആദ്യം 10 മിനിറ്റ് കഴിഞ്ഞായിരുന്നു. അപ്പം ഞാൻ ആ പീസസ് എല്ലാം ഇപ്പോൾ നല്ല ചൂടായ ഈ ഓയിലിൽ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിനെ ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഗോൾഡൻ കളർ ആകുമ്പോഴേക്കും ഞാനിതിനെ എടുക്കുകയാണ്. കാരണം അധികം നമ്മൾ ഇതിനെ കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ബ്രൗൺ ഗോൾഡൻ കളർ ആകുമ്പോഴേക്കും ഇത് ഭയങ്കരമായിട്ട് ഹാർഡായി പോകും. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു ലൈറ്റ് ഗോൾഡൻ കളറിൽ നമ്മൾ എടുക്കുമ്പോൾ ഇത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ ചെക്ക് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ മീഡിയം ടു ഹൈ ഹീറ്റിലാണ് ഞാൻ കുക്ക് ചെയ്യുന്നത്. ഞാനിപ്പോൾ എനിക്ക് ആവശ്യത്തിനുള്ള ആ ഒരു ഗോൾഡൻ കളർ കിട്ടിയിട്ടുണ്ട് ഒരു സൈഡിൽ. അപ്പം ഞാൻ അതിൻ്റെ മറ്റേ സൈഡും കൂടെ മറിച്ചിട്ടിട്ട് കുക്ക് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ബോൺലെസ്സിൽ ചെയ്യാം. എനിക്ക് കുറച്ചും കൂടെ ഇത്തിരി എല്ലുള്ള പീസൊക്കെ ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുറച്ച് എല്ലുള്ള പീസും ഇതിൽ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ അത് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് ടിഷ്യൂ ഇട്ടിട്ട് അതിൻ്റെ അകത്തോട്ടാണ് ഞാനിതിനെ എടുക്കുന്നത്. അപ്പോൾ ഓയിൽ നല്ലോണം അത് ആ ടിഷ്യൂ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാൻ അതേപോലെ തന്നെ രണ്ടാമത്തെ സെറ്റും ഇട്ടിട്ട് ഫ്രൈ ചെയ്യുന്നതാണ്.
എല്ലാം ഫ്രൈ ചെയ്ത് മാറ്റിയതിന് ശേഷം ആ സെയിം പാത്രത്തിൽ ആവശ്യത്തിന് ഓയിൽ എടുത്തതിന് ശേഷം ഞാൻ അതിലോട്ട് വെളുത്തുള്ളിയും അതുപോലെ തന്നെ സവാളയും അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുകയാണ്. വെളുത്തുള്ളി നമുക്കൊന്ന് പച്ച മണം പോണ വരെ ഒന്ന് ഇളക്കിയെടുക്കാം നമുക്ക്. അതുപോലെ തന്നെ ഞാനിവിടെ സവാള ഒരു മീഡിയം സൈസ് പീസസ് ആയിട്ടാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. അതേ സെയിം സൈസിൽ തന്നെയാണ് ഞാൻ വെജിറ്റബിൾസ് ബാക്കിയുള്ളതും കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് ഞാൻ ക്യാരറ്റ് ഞാൻ റൗണ്ട് ആയിട്ടുള്ള സ്ലൈസസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഇതിലോട്ട് യെല്ലോ, റെഡ് ബെൽ പെപ്പർ പിന്നെ ക്യാപ്സിക്കം ആണ് ഞാനിവിടെ ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത്തിരി എരിവ് കൂടുതലായിട്ട് ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി അതിലോട്ട് ഞാനിതിനെ ഒരു മിനിറ്റ് വെറുതെ ഫ്രൈ ചെയ്തതിന് ശേഷം അതിലോട്ട് കുറച്ച് ഓയിസ്റ്റർ സോസും അതുപോലെ തന്നെ ഡാർക്ക് സോയ സോസും ആണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി അതിനൊന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് ഞാനിവിടെ കുറച്ച് സ്പ്രിംഗ് ഒണിയനും അതുപോലെ തന്നെ ഉപ്പും ഇട്ട് കൊടുക്കുന്നതാണ്. അതിനൊന്ന് നല്ലോണം യോജിപ്പിച്ചെടുക്കാം നമുക്ക്. ഞാനിവിടെ മീഡിയം ഹീറ്റിലാണ് കുക്ക് ചെയ്യുന്നത്. ഇനി ഇതിലോട്ട് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൽ മെയിനായിട്ട് എരിവ് വരുന്നത് കുരുമുളകിൽ നിന്നാണ്. അപ്പോൾ ഞാൻ നല്ലോണം അത്യാവശ്യത്തിന് എരിവുള്ള കുരുമുളകാണ്, അത് നല്ലോണം തന്നെ ഇട്ടിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചില്ലി പേസ്റ്റ് അല്ലെങ്കിൽ ചില്ലി സോസ് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു. അത് ജസ്റ്റ് ഒന്ന് ഫ്ലേവറെല്ലാം ഒന്ന് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഞാനിവിടെ ഒരു 1/4 കപ്പ് വെള്ളം എടുത്തിട്ട് അതിലോട്ട് കോൺഫ്ലവർ ഒരു 2 ടീസ്പൂൺ യൂസ് ചെയ്തിട്ട് ഞാൻ അതൊന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി നല്ലൊരു തിക്ക് ആയിട്ടുള്ള ഒരു ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഡ്രൈ ആയിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ആദ്യം ഒരു ഇത്തിരി ഗ്രേവിയിലാക്കിയിട്ട് അതിനെ ഞാൻ ഡ്രൈ ആക്കിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഗ്രേവി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ കുറച്ച് വെള്ളത്തിൽ കോൺഫ്ലവർ മിക്സ് ചെയ്തിട്ട് അത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഗ്രേവി ടൈപ്പിൽ കിട്ടുകയും ചെയ്യും. ഇനി ഇതിലോട്ട് കുറച്ച് ഓയിസ്റ്റർ സോസ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിവിടെ ടേസ്റ്റ് എല്ലാം നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ട് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി അതിനൊന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത്തിരി ഗ്രേവി ടൈപ്സിലാക്കിയിട്ടുണ്ട്. കാരണം അപ്പം ഇനി നല്ലോണം ഇത്തിരി ഹൈ ഹീറ്റിൽ ഞാൻ മീഡിയം ഹീറ്റിൽ നിന്ന് ഹൈയിലോട്ട് ഫ്ലെയിമിലോട്ട് ഞാനിവിടെ ഇട്ടിരിക്കുകയാണ്. ഇനി നല്ലോണം ഒന്ന് ബോയിൽ ആകുമ്പോൾ ആ വെജിറ്റബിൾ എല്ലാം ഒന്ന് നല്ലോണം ആ ഗ്രേവി പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഉപ്പും കുരുമുളകും ആവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് നല്ല തിക്കായിട്ടുള്ള നല്ല ഒരു തിക്ക് ഗ്രേവി പോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് ഞാൻ ആ ടേസ്റ്റും എല്ലാം നോക്കിയായിരുന്നു. അപ്പോൾ എരിവെല്ലാം ആവശ്യത്തിനാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിനൊന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ കുറച്ചും കൂടെ ഒരു ലേശം വെള്ളം കൂടി ഒഴിച്ചിട്ട് അതിനൊന്ന് ഒരു 2 മിനിറ്റ് ഞാനൊന്ന് അതിന് ഹീറ്റ് ചെയ്തെടുക്കുന്നതാണ്.
അപ്പോൾ ഇത്തിരി കൂടി ഉപ്പ് പോരായികയുണ്ട്, അതൊക്കെ ഇട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു പ്ലേറ്റിലോട്ടാക്കാം. ചിക്കൻ മഞ്ചൂരിയൻ ഞാനൊരു പ്ലേറ്റിലോട്ടാക്കിയിട്ട് ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ എല്ലാം കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ റെസിപ്പി. നിങ്ങളെല്ലാം എന്നെ അറിയിക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലിന് ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. താങ്ക്